പവൻ ഗോൾഡ് തിരൂർ. തെരഞ്ഞെടുപ്പ് ചൂടും കോവിഡ് വെല്ലുവിളികളുമൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. ഇവിടെ നിർധനരായ കുടുംബങ്ങൾക്ക് വീടിന് തറ നിർമ്മിച്ചു കൊടുത്ത് എക്കാലത്തെയും മാതൃകയാവുകയാണ് ഒരു കൂട്ടം സുമനസ്സുകൾ. മലപ്പുറം കൽപ്പകഞ്ചേരി മേലങ്ങാടിയിലെ മജസ്റ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങളാണ് 50 തറകൾ പൂർത്തീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും മാതൃകയാകുന്നത്. വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന 100-ലധികം വരുന്ന അംഗങ്ങൾ തറ നിർമ്മാണത്തിനു വേണ്ടി ഒരു ദിവസം തന്നെ മാറ്റിവെച്ചു. സേവനത്തിന്റെ പുതിയ മാതൃക തീർക്കുകയായിരുന്നു ഇവർ. ഈ മാതൃകാ സേവനത്തിനായി സന്നദ്ധരായി മുന്നോട്ട് വരുന്നവരിൽ പ്രായം കുറഞ്ഞ മുർദിഷും 50 വയസ്സുള്ള കൊല്ലരിക്കൽ സിദ്ദീഖുമുണ്ട്. കൂലിത്തൊഴിലാളിയായ കൽപ്പകഞ്ചേരി സ്വദേശി സക്കീറിന് വേണ്ടിയാണ് മജസ്റ്റിക് ക്ലബ് തറ നിർമ്മിച്ചത്. 50ാമത്തെ തറയാണ് ഈ ക്ലബ്ബ് പ്രവർത്തകർ നിർമ്മിച്ചത്. നിർധനരായവർക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് ദുൽകിഫലി പറഞ്ഞു. അതിപ്പോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഒരു തറ കൊണ്ട് വല്ലതും ആവുമോ എന്നുള്ള ചോദ്യം. ഒന്നുമില്ലാത്ത ഒരാൾക്ക് തറ എന്ന് പറഞ്ഞ വലിയൊരു പ്രതീക്ഷയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പറമ്പ് ഉണ്ടായിരിക്കും, ആരെങ്കിലും സ്പോൺസർ ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തതോ ഏതെങ്കിലും വകുപ്പിൽ കിട്ടിയ കുറച്ച് ഒരു 2-3 സെന്റ് സ്ഥലം ഉണ്ടായിരിക്കും. ആ സ്ഥലമുള്ള ആൾക്ക് ഒരു തറ വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയായി, വീട് വരും എന്നുള്ള പ്രതീക്ഷയായി. ഇപ്പോൾ ഞങ്ങൾ ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ചെയ്തൊരു തറയാണ് ഇപ്പോൾ വീടായിട്ട് നമ്മുടെ തൊട്ട് മുമ്പിൽ വെക്കുന്നത്. അപ്പം അത് തറയായി കഴിഞ്ഞാൽ പിന്നെ വീടാവാൻ വലിയ പ്രയാസമില്ല. അപ്പോൾ ഒരു പ്രതീക്ഷ നൽകുക എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ് ഇത് പ്രാചീന കാലം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിയിൽ മുമ്പ് നിലനിന്ന് പോന്നിരുന്ന ഒരു പാരമ്പര്യം എന്ന് തന്നെ പറയാം. അതിങ്ങനെ തുടർച്ചയാണ്, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും അതിങ്ങനെ എന്ത് ചെയ്യുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ചെറിയ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്കുള്ള തറപ്പണിക്കാരുൾപ്പെടെയുള്ള ഒരു 50-ൽ കൂടുതൽ ആളുകളാണ് ഈ പണിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെക്കുന്നത്. തറ നിർമ്മാണത്തിനാവശ്യമായ 50 ചാക്ക് സിമന്റും എംസാൻഡിനുമുള്ള തുക സൗഹൃദ കൂട്ടായ്മ അംഗം കബീർ നെല്ലിക്കുന്ന് സക്കീറിന് കൈമാറി. തോട്ടാരി കനിവ് സംഘടന 2 ലോഡ് കല്ലും നൽകി സഹായിച്ചു. തിരൂരിലെ പവൻ ഗോൾഡാണ് പ്രവർത്തകർക്കുള്ള ജേഴ്സി നൽകിയത്. മലയാളം ടെലിവിഷൻ, തിരൂർ. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90%, വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല, വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.